സർവകക്ഷി സംഘവുമൊക്കെ ആയിട്ട് തരൂര് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വരുന്ന തരൂരിനെ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. ഒന്ന് കെ പി സി സി എന്തായിരിക്കും നടപടിയെടുക്കുന്നത് എന്നതോടൊപ്പം തന്നെ BJP എന്തായിരിക്കും തരൂരിന് ഓഫർ നൽകിയിരിക്കുന്നത്. ചില ഓഫറുകളൊക്കെ കൊടുത്തു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്, ചില സൂചനകൾ വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ വലിയൊരു പദവിയാണ് എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശം? ഏതൊരു പാർട്ടിയാണെങ്കിലും അഭിമാനപൂർവ്വം സ്വീകരിച്ച് ആനയിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഏതൊരു പാർട്ടിക്കും അഭിമാനമായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. വാഷിങ്ടൺ DC-യിലെ പത്രപ്രവർത്തകരോട്, ഐക്യരാഷ്ട്രസഭയിലെ പഴയ സഹപ്രവർത്തകരോട്, അതുപോലെ തന്നെ പോയ രാജ്യങ്ങൾ ഗയാന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ എല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിലൂടെ എത്ര അനായാസമായിട്ട് അദ്ദേഹം അവരുടെ അവിടുത്തെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ പേർക്കാൽ, മറ്റു രാജ്യങ്ങളിൽ പോയപ്പോൾ കണ്ട ആൾക്കാരുടെ പേര്, ഇതൊക്കെ എത്ര ലളിതമായിട്ട് അവരുടെ പേരുകളും അതുപോലെ തന്നെ ഭാഷാശുദ്ധിയോടുകൂടി ആ ആശയങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒരു അഭിമാനപുത്രനായിട്ട്, ഒരു അഭിമാനഭാജനമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഏറ്റവും ഒടുവിൽ വാഷിങ്ടൺ DC-യിൽ പോയിട്ട് അദ്ദേഹം നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള മറുപടി. അവിടുത്തെ പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്ന, കൗശല ചോദ്യങ്ങൾ ചോദിച്ച ആളുകളെ കുടുക്കിലാക്കുന്നതാണ് പത്രപ്രവർത്തകരാണ്. വിശ്വോത്തരമായിട്ടുള്ള കൗശലക്കാരാണ്. പണ്ടൊരിക്കൽ രാജീവ് ഗാന്ധി അവിടെ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായപ്പോൾ, അതിനുശേഷം ആദ്യമായിട്ട് അവിടെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഹൗ ഈസ് ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ, ഹൗ ആർ ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അദ്ദേഹം പൈലറ്റ് ആയതുകൊണ്ട്, പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളത് കൊണ്ടും ആർട്ടിക്കുലേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേഴ്സ് ദാൻ യു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അതിനകത്തുണ്ട് നിങ്ങൾ ബാഡാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെക്കാളും മോശമാണ് എന്നുള്ളത് രണ്ടും വലിയൊരു ഫലിതമായിട്ട് അതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ മൊറാർജി ദേശായി ആദ്യം പ്രധാനമന്ത്രിയായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഒരു കേവലം യുവതിയായിട്ടുള്ള ഒരു പെൺകുട്ടി ചോദിച്ചു, ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കുക. വളരെ ബോൾഡാണല്ലോ അവിടുത്തെ പത്രപ്രവർത്തകരൊക്കെ, വളരെ അർത്ഥമുള്ളതും തമാശ നർമ്മം തുളുമ്പുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ കുട്ടി ചോദിച്ചത്, ഇദ്ദേഹം 85 വയസ്സോ മറ്റോ ഉണ്ട്, മൂത്രം കുടിക്കുന്ന സ്വഭാവം എല്ലാം ഉള്ള ആളാണ്. പക്ഷേ ചർമ്മത്തിലെ ത്വക്കിൽ ഒരു 18 വയസ്സുകാരൻ്റെ അതേ പരുവത്തിലാണ് ഇരിക്കുന്നത് ചർമ്മം. ഒരൊറ്റ ചുളി പോലും ഇല്ലാത്ത ചർമ്മവുമാണ്. ഗാന്ധിയനാണ്, തികഞ്ഞ ഗാന്ധിയനുമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ പെൺകുട്ടി പുറകെ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് മധുവിധു, ഹൗ ഈസ് ഹണിമൂൺ സർ? ഹണിമൂൺ എന്ന് പറയുന്നത് ഈ ഭരണത്തിലേറുന്നതിൻ്റെ ഒരു ഹണിമൂൺ ഉണ്ടല്ലോ, ആ ഹണിമൂണിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ മൊറാർജി ദേശായിക്ക് അത് മനസ്സിലാവുകയത്, യു ആർ ഇൻ യുവർ ഹണിമൂൺ ഏജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മതി. നിങ്ങളുടെ മധുവിധ പ്രായത്തിലാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും എന്നും അത് വലിയൊരു ഫലിതമായിട്ട് മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു, വളരെ ലൈറ്റായിട്ടുള്ള. അപ്പോൾ ആ രീതിയിലുള്ള കൗശല ചോദ്യങ്ങളും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് ആരെയും ഭയക്കണ്ട. അവിടെ ഇവിടുത്തെ പോലെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പ്രിവിലേജുമുണ്ട്. ആ പ്രിവിലേജോട് കൂടി തന്നെ അവർ ചോദ്യങ്ങൾ ചോദിച്ചപ്പം അവിടെ വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള സ്വരത്തിൽ അൺഇക്വിവോക്കബിൾ എന്ന് പറയുന്നത് 2 തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അമേരിക്കയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവിടുത്തെ ഭീകരവാദത്തെ വളരെ ഗൗരവതരമായിട്ട് അവസാനിപ്പിക്കാത്തിടത്തോളം കാലം ഞങ്ങളുമായിട്ട് ഒരു ചർച്ച ഉണ്ടാവില്ല. അമേരിക്കയുടെ തലസ്ഥാനത്താണ് എന്നിരുന്ന് പറയുന്നത്. മധ്യസ്ഥതയ്ക്ക് അദ്ദേഹം അനുവാദം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്ന അതേ അവസരത്തിൽ തന്നെയാണ് അദ്ദേഹം സ്ഫുടമായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ ഇരുന്ന് ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും തരൂർ അവിടെ മറുപടി കൊടുത്തു. കോൺഗ്രസ് പറയുന്ന ഓരോ വിഷയങ്ങളും തകർത്ത് തരിപ്പണമാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എങ്ങനെ ചൈനയുടെ H-100 മുതലായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു മുന്നേറുന്നു. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഓരോ വാദങ്ങളെയും, രാഹുൽ ഗാന്ധിയുടെ ഓരോ വാദങ്ങളെയും തകർത്തുകൊണ്ട് വാഷിങ്ടൺ പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ അവരുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജോർജ് വാൻസിനും മറുപടി കൊടുത്തുകൊണ്ട് അഭിമാനമായിട്ട്, ഇത് തുല്യമായിട്ട് നമുക്ക് ചരിത്രത്തിൽ കൗണ്ട് ചെയ്യാവുന്ന 2 സന്ദർഭങ്ങളേ ഉള്ളൂ. ഒന്ന്, ഷിക്കാഗോയിൽ പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ്, മത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രഭാഷണം, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ്
നമ്മുടെ VK കൃഷ്ണമേനോൻ, കേരളത്തിൻ്റെ തന്നെ VK കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ ഏതാണ്ട് 18 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രഭാഷണം നടത്തി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന വാദങ്ങൾ അവിടെ നടത്തി. പിന്നെ പാകിസ്ഥാൻ ഒരു വാദത്തിനും പഴുതില്ലാത്ത വിധമാണ് അന്നൊരു വാദം നടന്നത്. ഇപ്പോൾ ശശി തരൂർ ഇതും പറഞ്ഞതോടുകൂടി പാകിസ്ഥാനെ ഇനി ഒരു വിധത്തിലുള്ള വാദവും ഒരു അന്താരാഷ്ട്ര ഫോറത്തിലും ഉന്നയിക്കാൻ പറ്റാതാക്കിക്കൊണ്ടാണ് കോൺഗ്രസ്സുകാരനായ കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള കോൺഗ്രസിന്റെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ശശി തരൂർ മടങ്ങുന്നു. അതെ, ഇപ്പൊ ഈ കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് ഇനി ചരിത്രങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നാളെ ഒരു സമയത്ത് ഇതേ കോൺഗ്രസ് പറയും, അന്ന് ഞങ്ങൾക്കൊരു MP ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ശശി തരൂർ. അന്ന് ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഞങ്ങളുടെ MP ആണ് ഇത് ചെയ്തത് എന്ന് ഇതിന്റെ അപ്പുറം കൂടെ ചേർത്ത് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടി അതിവിദൂരമൊന്നുമല്ല. ഇവരുടെ മേൽക്കോയ്മ എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് പലതും ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് സ്വാഭാവികം. പക്ഷെ തിരിച്ചു വരുന്ന നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുന്ന തരൂരിനെ കാത്തിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. KPCC, ഹൈക്കമാൻഡ്, കോൺഗ്രസിന്റെ നേതൃത്വം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത്. പക്ഷേ തരൂരിന്റെ ഒരു രാഷ്ട്രീയ ചിന്താഗതി അനുസരിച്ച് ഒരിക്കലും തരൂര് കോൺഗ്രസ് വിട്ടുപോകില്ല, BJP തീരില്ല. കാരണം തരൂരിന്റെ ചില പുസ്തകങ്ങളിലൂടെ അത് പല രീതിയിൽ വിമർശിക്കും. അങ്ങനെയാണെങ്കിൽ തരൂരിന് വലിയൊരു സ്ഥാനം BJP കേന്ദ്രം കൊടുക്കുക തന്നെ ചെയ്യും. അതെന്തായിരിക്കും? ഇപ്പം പറയുന്ന കോൺഗ്രസ് വിടുകയില്ലെന്നല്ലേ പറയുന്നത്. കോൺഗ്രസ് വിടുകയില്ല എന്നാണ് പറയുന്നത്. രഞ്ജനി കോൺഗ്രസ്സുകാരി ഉണ്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഒരുപാടങ്ങ് ആക്ഷേപിക്കുകയാണെങ്കിൽ അത് വിട്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് മടിയുണ്ടാവില്ല. കോൺഗ്രസ്സിന് പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ പറ്റില്ല. കാരണം അല്ല, കോൺഗ്രസ് എന്ന പാർട്ടി എന്നുള്ളത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ്. അതിപ്പോ ഒരു നേതൃത്വ നിരയിൽ നിൽക്കണമെന്ന ആഗ്രഹം കാണത്തില്ല. ഒരു പക്ഷേ MP സ്ഥാനം രാജിവെച്ചേക്കാം, ഒരു പക്ഷേ ആ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ മാറിയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ അദ്ദേഹം കൊണ്ടുപോകുമായിരിക്കാം. പക്ഷെ ഒരിക്കലും അദ്ദേഹം BJP-യിലോട്ട് കിടക്കണമെന്നില്ല. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അതുമായിട്ട് ചേർന്ന് പോകാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചെന്ന് നമ്മളുടെ ഊഹാഭോഹങ്ങളാണ്. ചിലപ്പം മറ്റൊന്ന് വന്നു എന്നുള്ളതും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രം തരൂരിനെ ആവശ്യപ്പെടുന്നുണ്ട്, കേന്ദ്രം തരൂരിനെ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തരൂരിനെ കൊണ്ടുവന്നാക്കും. അങ്ങനെയെങ്കിൽ ഏത് സ്ഥാനമായിരിക്കും കേന്ദ്രം കൊടുക്കുന്നത്? അതിന്റെ ചില ഗൂഢ നീക്കങ്ങൾ നൽകുന്നുണ്ട്. അത് തരൂരുമായി സംസാരിച്ചു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. ഈ അദ്ദേഹത്തിൻ്റെ ടാലൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഉപരാഷ്ട്രപതി പദത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരു രാഷ്ട്രപതി പദം അർഹിക്കുന്ന ആളാണ്. കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രപതി KR നാരായണൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, അതിന് തുല്യമായിട്ട് വരാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. രാഷ്ട്രീയം നോക്കാതെ തന്നെ പ്രസിഡന്റ് പദവി കൊടുത്തിട്ടുണ്ടല്ലോ. ഉപരാഷ്ട്രപതി പദവി കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം 2027 നിലവിലുള്ള ഉപരാഷ്ട്രപതി ആ ഒരു കാലാവധി തീരാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ തരൂരിന് ആ ഒരു സ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ലേ? ഉപരാഷ്ട്ര പദത്തിൽ ഒതുങ്ങുമോ അദ്ദേഹം എന്നാണ്. കാരണം അത്ര ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, BJP പലപ്പോഴും പാർട്ടിക്കാരല്ലാത്തവർക്ക് പ്രസിഡന്റ് പദവി കൊടുത്തിട്ടുണ്ടല്ലോ. വാജ്പേയിയുടെ കാലത്ത് APJ ഡോക്ടർ, ഏറ്റവും നല്ല രാഷ്ട്രപതിയായിട്ട് തിളങ്ങിയ APJ അബ്ദുൽ കലാം ആസാദ്, അതുപോലെ തന്നെ KS രാധാകൃഷ്ണൻ പാർട്ടി പ്രവർത്തകനായതുകൊണ്ടല്ല, അദ്ദേഹം ഒരു വലിയ തത്വചിന്തകനായതുകൊണ്ടാണ് നെഹ്റു KS രാധാകൃഷ്ണനെ അന്ന് വൈസ് പ്രസിഡന്റ് ആക്കിയത്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ടായി. അതുപോലെ ഇന്ദിരാഗാന്ധി, സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. പക്ഷേ സഞ്ജീവ് റെഡ്ഡിയെ ജയിപ്പിക്കേണ്ടതില്ല, നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ കൂടി അല്ലാതെ വന്ന VV ഗിരിയെ സ്ഥാനാർത്ഥിയാക്കിയവർ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ശശി തരൂർ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടോ ഉപരാഷ്ട്രപതിയായിട്ടോ ആ ഉന്നത പദങ്ങളിലെത്തുന്നത് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഞാൻ പക്ഷേ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാതെ ഈ ലോക നയകോവിദനായ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഭീകരവാദ രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണോ എന്നുള്ള ഒരു സംശയം തോന്നുന്ന വിധത്തിൽ പെരുമാറുമ്പോൾ, അതുപോലെ ചൈനയോട് കൂടി നിൽക്കുന്നു, കോവിഡ് കാലത്ത് ചൈനയോടൊപ്പം നിന്നു, അതിൻ്റെ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒരു സംഘടന ഇതുപോലെ ലോകത്തിലെ ലോകത്തിലെ ഒന്നാമത്തെ സൈനിക ശക്തിയൊക്കെ ആയി വരുന്ന ഇന്ത്യയെ സുരക്ഷാ കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഒരു വൻ തോൽവിയായിട്ട് വരികയാണ്.
അപ്പോൾ അതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരനായ ഇദ്ദേഹത്തെ എന്താണ് ഒരു സെക്രട്ടറി ജനറലാക്കിയാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ പല രാഷ്ട്രങ്ങളും അദ്ദേഹം പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും ഒരു ധാരണ ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറൊരു തലത്തിൽ ജയശങ്കറിൻ്റെ നയതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ അനുകൂല സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ നമുക്ക് സെക്യൂരിറ്റി കൗൺസിൽ തന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തുനിന്നൊരു സെക്രട്ടറി ജനറലിനെ കൊണ്ടുവരുമെന്ന് എന്തുകൊണ്ട് നമുക്ക് തീരുമാനിച്ചുകൂടാ? അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ ഏതായാലും നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യം തരൂരിനെ ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിന് തരൂരിനെ വേണം. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പദവിയിൽ തന്നെ നിർത്താൻ കേന്ദ്രവും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും തരൂരിനെ വലിയൊരു പദവിയിലൊക്കെ നമുക്ക് കാണാം. ഒപ്പം കോൺഗ്രസ് വിടുമോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കിയിരിക്കാം. അതന്നെ.